പെരുമ്പയിലെ സ്വർണ്ണ കവർച്ച അന്വേഷണത്തിൽ വൻ വഴിത്തിരിവ്. നമ്മൾ നോക്കി മേടിക്കാൻ പഠിച്ചിനാട്ടാ. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലെ ആദ്യത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ കല്ലറയ്ക്കൽ റീഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ? ഹോൾസെയിൽ പണിക്കൂലിയിൽ ആഭരണങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും. കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. ഇനി ഓരോ തരി പൊന്നും വാങ്ങാം ഹോൾസെയിൽ വിലയിൽ. വീട്ടുകാർ മുകൾ നിലയിൽ ഉറങ്ങിക്കിടക്കവേ വീട് കുത്തിത്തുറന്ന് 75 പവൻ കവർന്ന കേസിൽ മോഷ്ടാക്കളുടെ ശ്രദ്ധയിൽപ്പെടാതെ കിടന്ന 30 പവന്റെ ആഭരണങ്ങൾ കണ്ടെത്തി. ഗൾഫിലുള്ള യുവതിയുടേതാണ് ആഭരണങ്ങൾ. കവർച്ചയ്ക്ക് പിന്നിൽ വാഹനത്തിലെത്തിയ 5 അംഗ പ്രൊഫഷണൽ സംഘമെന്ന് പോലീസിന് സൂചന ലഭിച്ചു. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് പെരുമ്പ കൃഷ്ണ ട്രേഡേഴ്സിന് സമീപത്തെ റഫീഖ് മൻസിലിൽ CK സുഹ്റയുടെ വീട്ടിൽ കവർച്ച നടന്നത്. താഴത്തെ മുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 75 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി സുഹ്റയുടെ മകൾ CK സാജിദ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. ഇതിനിടയിലാണ് 30 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്തിയത്. സുഹ്റയുടെ ഗൾഫിലുള്ള മരുമകൾ ഹസീന അലമാരയിലെ താഴത്തെ ഡ്രോയിൽ പേഴ്സിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളാണ് കവർച്ചക്കാരുടെ കണ്ണിൽപ്പെടാതിരുന്നത്. ആഭരണങ്ങൾ പേഴ്സിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന വിവരം വീട്ടുകാരോട് പറയാതിരുന്നതിനാൽ വീട്ടിലുള്ളവർക്കും അറിയില്ലായിരുന്നു. കണ്ണൂരിൽ നിന്നെത്തിയ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സംഭവസ്ഥലത്ത് പരിശോധന നടത്തി. സമീപത്തെ സ്ഥാപനത്തിലെ നിരീക്ഷണ ക്യാമറ പരിശോധിച്ചപ്പോൾ പുലർച്ചെ 2:15-നും 4:30-ക്കുമിടയിൽ ഒരേ വ്യക്തി 5 പ്രാവശ്യം ഇതിലൂടെ ടോർച്ച് തെളിയിച്ചു പോകുന്നതായി കണ്ടെത്തി. നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് സംഘം DYSP A ഉമേഷിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ ജീവൻ ജോർജ്, SI MK രഞ്ജിത്ത് എന്നിവർ ഉൾപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ഊർജിതമാക്കി. മോഷണ സ്ഥലത്ത് ശാസ്ത്രീയ പരിശോധനകൾ പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ നമുക്ക് മറ്റ് തെളിവുകളൊക്കെ നമ്മൾ ശേഖരിച്ചു വരികയാണ്. വളരെ പെട്ടെന്ന് തന്നെ പ്രതിയെ പിടിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ പ്രതീക്ഷയുള്ളത്. നമുക്ക് ചില സൂചനകളൊക്കെ നമുക്കുണ്ട്. നമ്മളതിലേക്ക് എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. മഴക്കാലം വരികയായി. മഴക്കാലം വരുമ്പോൾ നമുക്ക് കൂടുതൽ സുരക്ഷ നമ്മുടെ വീടുകളിലൊക്കെ ഒരുക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ വീടുകളിൽ ഇപ്പോൾ നമുക്ക് തന്നെ കാണുന്നത് നമ്മളെ ആക്രമിക്കാനുള്ള ആയുധങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ പുറത്ത് വെച്ചിരിക്കുകയാണ്. അത്തരം സാധനങ്ങളൊക്കെ മാറ്റി വെക്കുക. അതുപോലെ സുരക്ഷിതമായി നമ്മുടെ ഗോൾഡ് അതേപോലെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ കഴിവതും ലോക്കറിലേക്കും മറ്റും മാറ്റുന്ന രീതിയിലേക്ക് ചെയ്യുക. വേറെ ഒന്നും നമ്മുടെ പരിസരത്തുള്ള ആൾക്കാർ തമ്മിലൊരു കോർഡിനേഷൻ ഉണ്ടാവുക. നമ്മുടെ റെസിഡൻസ് അസോസിയേഷനൊക്കെ ക്യാമറകളും സർവൈലൻസ് പരിപാടികളൊക്കെ കുറച്ചുകൂടി ആക്റ്റീവാക്കി ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുക. തുടങ്ങി നമ്മുടേതായ ചെയ്യുന്ന സുരക്ഷ നമ്മൾ ഒരുക്കുകയും പോലീസ് പെട്രോളിംഗ് കുറച്ച് സജീവമാക്കിയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. എന്തായാലും ഈ സീസൺ ജൂൺ മാസങ്ങളിൽ നമുക്ക് പൊതുവേ ഈ ഭാഗങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിലെ കണക്കുകൾ നോക്കുമ്പോൾ കൂടുതൽ മോഷണങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി ഞങ്ങളും നാട്ടുകാരും ഒരുമിച്ച് നിൽക്കാം. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. എന്തെല്ലാം സുഖല്ലേ? പണിക്കൂലി കുറവെന്ന് പറഞ്ഞ പിന്നെ വേറെ എന്നാ നോക്കണ്ട മേഡോ. നമ്മളെ നാട്ടിലെ മക്കളെയല്ലോ നല്ല നിലയിൽ കെട്ടിച്ചയച്ച് ഒറ്റ ലക്ഷ്യം മാത്രമേ നമ്മളെ ജ്വല്ലറിക്കുള്ളൂ. അത് ശരിയാന്ന്. വായി തോന്നിയ പോലെ ഒരാള് പണിക്കൂലി പറയുന്നത്. അതെ 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 മോളാന്ന്. കല്യാണപ്പുണ്ട്. മേഡത്തിന്റെ ഭർത്താവ് ഈ ലോകത്തില്ലെങ്കിലും നമ്മളെ ജ്വല്ലറി ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്നിട്ട് മോളെ കല്യാണം ഗംഭീരമായിട്ട് അങ്ങ് നടത്തരും. അതിനെന്താ ഷോപ്പിങ്ങിന് പോയതാ. ഇതെന്റെ അച്ഛൻ്റെ അച്ഛനാ. ഓഹോ, അതിന് പേച്ചി അച്ഛൻ ആരായാലും അച്ഛൻ തന്നെയല്ലേ, മാറ്റാനൊന്നും പറ്റില്ലല്ലോ. അല്ല ചേച്ചി, പച്ചക്കറി മേടിക്കുന്ന പരിപാടിയല്ല ഗോൾഡ് മേടിക്കുക പറഞ്ഞാൽ കൃത്യമായിട്ട് നോക്കണം. 916 ഉണ്ടാ, ഹോൾമാർക്ക് ഉണ്ടാ, ഗുണമേന്മ ഉണ്ടോന്നും കൂടി കൃത്യമായിട്ട് നോക്കണം. നമ്മൾ നോക്കി മേടിക്കാൻ പഠിച്ചിനാട്ടാ. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലെ ആദ്യത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ കല്ലറയ്ക്കൽ റീഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ? ഹോൾസെയിൽ പണിക്കൂലിയിൽ ആഭരണങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അച്ഛൻ പച്ചക്കറി മേടിക്കാൻ മാത്രല്ല പോയെ, സ്വർണ്ണാഭരണങ്ങൾ ബുക്ക് ചെയ്യാൻ കൂടിയാ പോയെ. സന്തോഷം. കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. ഇനി ഓരോ തരി പൊന്നും വാങ്ങാം ഹോൾസെയിൽ വിലയിൽ.